الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഖ്റവിയായ ലോകത്ത് നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അവധിക്കാലം കൂടി കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, അവർ നമ്മുടെ വീടുകളിൽ എല്ലാവിധ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി പഠനത്തിൻ്റെയും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ഒരു ചെറിയ ഇടവേളയിലേക്ക് കടക്കുമ്പോൾ 3 തരത്തിലുള്ള രക്ഷിതാക്കളെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കലാലയം വീണ്ടും തുറന്നാൽ അത് വലിയൊരു ഭാഗ്യമായി കരുതുന്ന ആളുകളാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഒരു നിലക്കും അവരുടെ ഒരു വിഷയത്തിലും ഇടപെടാതെ അവരും നമ്മളും തമ്മിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു ആശയവിനിമയത്തിനും ഇട കൊടുക്കാതെ അവരിൽ നിന്നൊരു ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ഒരു പറ്റം രക്ഷിതാക്കൾ, അവരാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ ഒരു അവധിക്കാലത്ത് തൻ്റെ കൈകളിൽ പൂർണ്ണമായും തങ്ങളുടെ മക്കളെ കിട്ടുമ്പോൾ അവർ ഇതുവരെ എന്തെടുത്തിരുന്നു, അവരുടെ പ്രകൃതങ്ങളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ ശീലങ്ങളും അവരുടെ സ്വപ്നങ്ങളും എല്ലാം ചോദിച്ചറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതോടൊപ്പം അതിൽ ബോധപൂർവമായി ഇടപെടൽ നടത്താനും ശ്രമിക്കുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. അതിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മൂന്നാമത്തെ വിഭാഗം ആളുകളിൽ ഉൾപ്പെടുമ്പോഴാണ് എൻ്റെ കുട്ടി എന്നോടൊപ്പം ഉഖ്റവിയായ ലോകത്തും നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന പാരത്രിക ലോകത്തും ഒരുമിച്ച് കിട്ടണം എന്നുള്ള ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനിൽ ഉണ്ടായിരിക്കേണ്ടുന്ന നിർബന്ധമായും ഉണ്ടാവേണ്ടുന്ന ശീലങ്ങളെ നട്ടുപിടിപ്പിക്കാൻ ഈ ഒരു ഒഴിവു സമയങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ അങ്ങനെയുള്ള ആളുകൾക്കാണ് കഴിയുക. നമ്മൾ നമസ്കരിക്കാൻ വരുമ്പോൾ, പ്രത്യേകിച്ചും ഫജ്ർ നമസ്കാരത്തിന് വരുമ്പോൾ, തലേ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശട്ടം കെട്ടുകയും അങ്ങനെ ഫജ്ർ നമസ്കാരത്തിന്
കൊണ്ടുവരികയും ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളും ഭക്ഷണങ്ങളുമൊക്കെ വാങ്ങിക്കൊടുത്ത് ഈ ഒരു ശീലങ്ങളിൽ തന്നെ തുടർന്നു പോകാനുള്ള ഒരു ബോധപൂർവമായ ഒരു ഇടപെടൽ നടത്തുന്നവരാവണം നമ്മളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, അവരെ ഉദ്ദേശിച്ചുകൊണ്ട് മതപരമായി ഒട്ടേറെ ക്യാമ്പുകളും പ്രവർത്തനങ്ങളും അനുബന്ധമായ കോഴ്സുകളുമൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയും പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടുന്ന ഒരു വീണ്ടും വിചാരത്തിലേക്കാണ് ഏതൊരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രക്ഷിതാവാണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ചില വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയുടെ മർമ്മം. റഹ്മാനായ റബ്ബ് അവന്റെ ദീൻ യഥാവിധി കേൾക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രായപൂർത്തി എത്തിയ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, അവരോട് ഇന്നത്തെ ലോകം ചോദിക്കുന്നത്, അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ചോദിക്കുന്നത്, ഒരാണും പെണ്ണും അടുത്തിരുന്നാൽ എന്താ സംഭവിക്കുക? അതിൽ ഒന്നുകൂടി ആകൃഷ്ടരായ ചെറുപ്പക്കാരും യുവതി യുവാക്കളുമാണെങ്കിൽ അവർ ചോദിക്കും, ആകാശം ഇടിഞ്ഞു വീഴുമോ? അപ്പൊ ഇത് 2-3 തവണ രക്ഷിതാക്കളോട്, ഉമ്മയോട്, ഉപ്പയോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അവരും ചിന്തിച്ചു പോവുകയാണ്, ഇന്നത്തെ കാലം അങ്ങനെയല്ലേ? ഒരു കീഴടങ്ങലിന്റെ ഒരു പ്രകൃതം പൂർണ്ണമായും രക്ഷിതാക്കളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ കാലം നമ്മൾ ജീവിച്ചതുപോലെയല്ല, എല്ലാ തരത്തിലും മാറിയിട്ടുണ്ട്. വേഷവിധാനത്തിലും പെരുമാറ്റത്തിലും അതേപോലെ തന്നെ എല്ലാ നിലക്കും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടുത്തിരുന്നു എന്നുള്ളത് കൊണ്ട് എന്തു സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ ബോധപൂർവമായ ഒരു ഇടപെടലാണ് അങ്ങനെയുള്ള ഒരു ചിന്തക്ക് പിന്നിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തോടു കൂടി എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ, അടിവരയിട്ടുകൊണ്ട് മനസ്സിരുത്തേണ്ടുന്ന ഒരു കാര്യം, ഈ ലോകത്തോടു കൂടി എല്ലാം കഴിഞ്ഞുവെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്തിരിക്കാനോ അതല്ലെങ്കിൽ കൂടെ കഴിയാനോ യാതൊരു പ്രതിസന്ധിയും ഉണ്ടാവുമായിരുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ സ്വർഗവും ഇവിടെയാണ് നമ്മുടെ നരകവും. നമുക്ക് നാവേ പണിവതുനാകം നരകവും അത് സ്വർഗവും അതുപോലെ എന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെങ്കിലും മടിച്ചു പൊളിക്കുക, എങ്ങനെയാണെങ്കിലും ആസ്വദിക്കുക, എങ്ങനെയാണെങ്കിലും സന്തോഷിക്കുക എന്ന് വരുമ്പോൾ ഈ ഒരു ഇളം പ്രായത്തിൽ കിട്ടുന്ന യുവതീ യുവാക്കൾ അത്തരത്തിലുള്ള ഒരു അരാജകത്വത്തിലേക്ക് കടന്നു പോകുന്നത് സന്തോഷത്തോടു കൂടി കാണുന്ന ആളുകളോട് നമ്മുടെ മക്കളിലൂടെ നമുക്ക് പറയാനുള്ളത് എന്താണ്? നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തോടു കൂടി അവസാനിക്കുന്നില്ല. ഈ ലോകം എന്ന് പറയുന്നത് ഒരു നശ്വരമായ ഒരു വഴിയാത്രക്കാരൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒരു ഉദാഹരണം. എത്ര ഉദാഹരണങ്ങളുണ്ട്! സമുദ്രത്തിൽ കൈമുക്കിയിട്ട് അത് ഉയർത്തി നോക്കിയാൽ എത്ര തുള്ളികൾ അതിലുണ്ടാകും. ഒരു വഴിയാത്രക്കാരൻ ഒരു തണലിൽ വിശ്രമിക്കുന്ന നേരം അത്രയേ ദുനിയാവിൽ നമ്മൾ കഴിഞ്ഞുകൂടുന്നുള്ളൂ. ഈ ഒരു ബോധപൂർവമായ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതല്ലെങ്കിൽ ഒരു വിദൂര തരത്തിലുള്ള ഒരു പ്രത്യാഘാതം, ഒരു അപകടം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിരുത്തണം. മറ്റൊരു അപകടം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത്, ഒരു ആണും ആണും തമ്മിൽ എങ്ങനെയാണോ ഇടപഴകുന്നത്, ഒരാണും ആണും കണ്ടാൽ നമ്മൾ എങ്ങനെയാണോ ഇടപഴകുക, ഇതേപോലെ ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും തമ്മിൽ ഇടപഴകുന്നതിന് യാതൊരു തരത്തിലുള്ള ഒരു അതിർവരമ്പുകളുമില്ല. അങ്ങനെ അതിർവരമ്പുകളിൽ നിങ്ങൾ പെട്ടുവെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുകയാണ്. ആ വാക്ക് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിനോട് ഇടപഴകുന്നത് പോലെ അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ഇടപഴകുന്നത് വരെ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതും പാപമായി കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയുള്ള ജീവിതമാകുന്ന ഈ ഒരു ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം നിങ്ങളെ കൂച്ചുവിലങ്ങിടുകയാണ് നിങ്ങളുടെ മതപരമായ സദാചാര ബോധം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവര് പിന്നെ ശത്രുക്കളാവുന്നത് ആരോടാണ്? 5 നേരം നമസ്കരിക്കുന്ന ഉപ്പയോടാണ്. അവളെ എപ്പോഴും ശാസിക്കുന്ന അവളുടെ ഉമ്മയെയാണ്. അവൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, അതേപോലെ തന്നെ അവരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന കുടുംബങ്ങളെയാണ് വില്ലൻ വേഷത്തിൽ ശത്രുക്കളുടെ സ്ഥാനത്ത് കരുതിയിരിക്കുന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രാധാന്യമുണ്ടോ ആ പ്രാധാന്യത്തിൽ അവരെ വളർത്തണമെങ്കിൽ ഒരു കരുതൽ, ഒരു ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താനാണ് പ്രിയപ്പെട്ടവരെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. മാത്രമല്ല, ഇപ്പൊ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരോട് ചോദിക്കുകയാണ്, നമ്മൾ എന്താണ് നിനക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്? നല്ല വെള്ളം കുടിക്കാനാണോ, നല്ല ഉടുപ്പ് വാങ്ങാനാണോ, നല്ല ഷർട്ട് ഇടാനാണോ? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നെ അത്ഭുതമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ കാണാൻ കഴിയും. നമ്മളൊന്ന് അടുത്തിരുന്ന് നോക്കൂ, അവരോടൊന്ന് സംസാരിച്ചു നോക്കൂ. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ വാഹനത്തിൽ ഒറ്റക്ക് ദീർഘദൂരം സഞ്ചരിക്കുക. ഇതാരാ പറയുന്നത്? യുവാക്കളല്ല പറയുന്നത്, യുവതികളാണ് പറയുന്നത്. ദീർഘമായി രാത്രി ഇങ്ങനെ സഞ്ചരിക്കുക, അങ്ങാടികളിലൂടെ പട്ടണങ്ങളിലൂടെ സഞ്ചരിക്കുക. അതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവനെ പുരോഗതിയുടെ ഭാഗത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? മതപരമായ ചിട്ടയിലൂടെ അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുക. നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഒരാണും പെണ്ണും ഒറ്റക്കാവാൻ പാടില്ല. ഇന്നത്തേക്ക് ജീവിത രീതികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, കലാലയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ മക്കളെ എങ്ങനെയാണ് നമുക്കിത് പഠിപ്പിക്കാൻ കഴിയുക? അത്തരത്തിൽ ഇത് പകർന്നു കൊടുക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു അന്യ പുരുഷനുമായി ഒരു അന്യ സ്ത്രീ ഒറ്റക്കാവരുത്. പിന്നെ മൂന്നാമനായിട്ട് വരുന്നത് അത് പിശാചാണ്. ഇല്ലാ മഹറം, മഹറം കൂടെ ഇല്ലാതെ. വളരെ കൃത്യമാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്ന് പറയുമ്പോൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇയ്യാകും വദ്ദുഖൂല അലന്നിസാ, സ്ത്രീകളുടെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്തൽ ഹമുവ, ഈ ഹമുവിന്റെ അടുക്കലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹമുവ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ സഹോദരന്മാർ. അപ്പൊ പ്രവാചകന്റെ മറുപടി എന്താണ്? അൽ ഹമു അൽ മൗതു, ഹമു എന്ന് പറഞ്ഞാൽ അത് മരണമാകുന്നു. ഭർത്താവിനോട് ഇടപഴകുന്നത് പോലെ ഭർത്തൃ സഹോദരനുമായി ഇടപഴകുമ്പോഴുണ്ടാകുന്ന എന്തെല്ലാം തരത്തിലുള്ള ദുരന്തങ്ങൾ പുറം ലോകത്തേക്ക് പിന്നീട് കടക്കാൻ കഴിയുന്നില്ല. അവസാനം ഒരു മരണം തെരഞ്ഞെടുക്കുന്നതിലേക്ക് കുടുംബജീവിതങ്ങൾ മാറുന്ന എത്രയെത്ര സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇസ്ലാം എന്ന് പറയുന്നത് അത് സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിടുകയല്ല, നേരെ മറിച്ച് എല്ലാ തരത്തിലും സന്തോഷത്തോടുകൂടിയുള്ള സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് വരച്ചു കാണിച്ചു തരുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. ഇപ്പൊ നമുക്കറിയാം, സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി അത് ഉപയോഗിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒറ്റക്കൊരു ഇരുചക്രത്തിൽ അങ്ങേ തലവരെ അത് സഞ്ചരിച്ചുകൊണ്ട് അവസാനം അവിടുന്ന് ഒരു ഫോട്ടോ എടുത്ത് വിട്ടുകഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമാണ് എന്ന് കരുതുന്നത് നമ്മുടെ പുരുഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ആൺകുട്ടികളായിട്ടുള്ള കുട്ടികളല്ല. എന്നാൽ നേരെ തിരിച്ച് പെൺകുട്ടികളാണ് അത്തരത്തിൽ ചിന്തിക്കുന്നത്. അവർക്ക് മാതൃകയായി ഒട്ടേറെ റോൾ മോഡലുകളിൽ ഇത് യഥേഷ്ടം കാണുവാനും കഴിയും. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങളെ നമ്മൾ കൂച്ചുവിലങ്ങിടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എൻ്റെ ഉപ്പ അയാളൊരു കാടനാണ്, അയാൾ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ എല്ലാ ആഗ്രഹത്തിനും അതിൽ ദീനും പറ്റില്ല, അതിൽ ദീനിൽ അതില്ല, ദീനിൽ ഇതില്ല, ഇത് പാടില്ലകൾ മാത്രമാണ് അയാളിലുള്ളത്. നേരെ മറിച്ച് അടുത്തിരുത്തി എന്തുകൊണ്ട് പാടില്ല എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അരുതുകൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ശാരീരികവും അവരുടെ മാനസികവുമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ എപ്പോഴും ഒരു ഉപ്പ വേണം, ഒരു ഉമ്മ വേണം, ഒരു മഹറമായ ഒരാളുടെ താങ്ങും തണലും ഒരു സ്ത്രീക്ക് കൂടിയേ തീരൂ. അത് അവളുടെ അഭിമാനമാണ്, അത് അവളുടെ അന്തസ്സാണ്, അത് അവളുടെ പ്രതാപമാണ് എന്ന് നമ്മുടെ പെൺകുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചില്ലെങ്കിൽ അവൾ തട്ടം വലിച്ചെറിയും. എന്തിനാണ് ഞാൻ മാത്രം എന്റെ തല ഇങ്ങനെ ചുറ്റിക്കെട്ടുന്നത്, അതല്ലെങ്കിൽ ഹിജാബ് ഞാൻ ധരിക്കുന്നത്? മറ്റുള്ള പെൺകുട്ടികളൊന്നും അങ്ങനെയല്ലല്ലോ.
നമുക്ക് കൃത്യതയോടുകൂടി പറയാൻ കഴിയണം, പ്രിയപ്പെട്ട മോളെ, അവളുടെ ജീവിതം മരണത്തോടുകൂടി അവസാനിക്കും. എന്നാലോ നമ്മുടെ ജീവിതം ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം പൂർത്തിയായപ്പോ നമ്മളോട് ചോദിച്ചോ, നീ എങ്ങോട്ട് പോവണം? കണ്ണൂരിലേക്ക് പോവണോ? കോഴിക്കോട്ടേക്ക് പോവണോ? കേരളത്തിലേക്ക് പോവണോ? ഇതൊന്നും നമ്മളോട് ചോദിച്ചില്ലല്ലോ. നമ്മളോട് ചോദിക്കാതെ, അനുവാദം ചോദിക്കാതെ ഈ ലോകത്തേക്ക് എൻട്രി തന്നു. ഈ ലോകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇവിടെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. ഇതേപോലെ നമ്മളോട് ആരോടും അനുവാദം ചോദിക്കാതെ ഒരു ഡെഡ് ലൈൻ നമുക്ക് കുറിച്ചു തന്നിട്ടുണ്ട്. അത് ജീവിതത്തിന്റെ അവസാനമല്ല, മറ്റൊരു ലോകത്തിന്റെ തുടക്കം മാത്രമാണ്. മരണം എന്ന് പറയുന്നത് അറ്റമില്ലാത്ത, സമയമില്ലാത്തൊരു ലോകത്തിലേക്കുള്ള, വിചാരണ മാത്രമുള്ള, പ്രതിഫലം മാത്രമുള്ള ഒരു ലോകത്തിലേക്കുള്ള ഒരു മറ. പ്രിയപ്പെട്ട മോളെ, അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, അവിടെ നമുക്ക് നല്ല ഒരു ജീവിതം നമുക്ക് സാധ്യമാകണമെങ്കിൽ ഇവിടെ കുറച്ച് അരുതുകളിൽ ജീവിക്കണം. എത്ര സുന്ദരമായ ഉദാഹരണങ്ങൾ പറയാം. എല്ലാം നമുക്ക് കഴിച്ചുകൂടെ? ഏതു ഭക്ഷണവും കഴിച്ചുകൂടെ? പിന്നെ എന്തിനാ ഉപ്പ മധുരം വേണ്ട എന്ന് പറയുന്നത്, മധുരം കുറക്കണം എന്ന് പറയുന്നത്, ആ ഭക്ഷണം പാടില്ല എന്ന് പറയുന്നത്? ശരീരത്തിന് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ശരീരം അങ്ങനെ പെരുമാറുന്നുവെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിനു മേലുള്ള കൂച്ചുവിലങ്ങല്ലേ എന്ന് ഏതെങ്കിലും ബുദ്ധിയുള്ള ആള് പറയുമോ? അത് ശരീരത്തിന്റെ സിസ്റ്റമാണ്. പ്രിയപ്പെട്ട മോളെ, നമ്മൾ ജീവിക്കുന്ന സിസ്റ്റം, അത് നമ്മൾ സ്വീകരിച്ച സിസ്റ്റം എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമുക്ക് പറഞ്ഞു തരേണ്ടത് അത് റഹ്മാനായ റബ്ബും അത് എങ്ങനെ ജീവിതത്തിൽ പുലർത്തണമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് എന്നുള്ള കാര്യം നമ്മുടെ മക്കളെ, പെൺകുട്ടികളെ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് സഫ് കെട്ടുമ്പോൾ ആ സഫിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഏറ്റവും പുരുഷന്മാർക്ക് ഏറ്റവും ഹൈറായ സഫ് എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ സഫാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൾക്ക് ഹൈറായ സഫ് അവസാനത്തെ സഫാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഒരു സംവിധാനത്തിൽ, പള്ളി സംവിധാനങ്ങളിൽ അവർക്ക് പ്രത്യേകമായി നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനം നിൽക്കുക എന്നുള്ളതല്ല, അവർക്ക് അവരുടെ മുസല്ലകളിൽ ആദ്യത്തെ സഫിൽ നിൽക്കൽ തന്നെയാണ് ഉത്തമം. എന്നാലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ പുരുഷന്മാർ കഴിഞ്ഞ് പിന്നീടുള്ള ഭാഗം അത് സ്ത്രീകളുടേതാണ്. അപ്പൊ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഹൈറ് അവസാനത്തെ സഫാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു അടിത്തറ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതം എന്തിലാസ്പദമാക്കിയിട്ടാണ് റഹ്മാനായ റബ്ബ്, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കൃത്യമായി നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ഉടുക്കുന്നത് എന്തിനാണുപ്പ? ഇപ്പൊ അതല്ലല്ലോ ഫാഷൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കളെ അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ത്രാണി ഉണ്ടാവണം. അതല്ലെങ്കിൽ ഒരു വലിയ ഉപ്പ 5 നേരം നമസ്കരിക്കുന്ന പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ ഉപ്പ നിൽക്കുന്നു, മകനോ എല്ലാ വൃത്തികേടുകളിലും അങ്ങാടികളിൽ പ്രസിദ്ധനാണ്. ഇതൊരു വൈരുദ്ധ്യമാണ്. നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശം, നമ്മളെ പള്ളിയിലേക്ക് കയറ്റിയ ആദർശം, അത് നമ്മളെ മാത്രം രക്ഷപ്പെടുത്തുകയല്ല. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെ തടിയെ രക്ഷപ്പെടുത്തണം, നിങ്ങളുടെ മക്കളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, 7 വയസ്സായാൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായാൽ നമസ്കരിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ അടിക്കണം. ഇത് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, 7 വയസ്സ് മുതൽ കൃത്യമായി 3 വർഷം നിരന്തരമായി ഒരു ദിവസം ഒരു മിനിമം 5 പ്രാവശ്യം മോനെ നിസ്കരിച്ചോ, മോളെ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു രക്ഷിതാവിന് 10 വയസ്സാകുമ്പോ അടിക്കാനുള്ള അർഹതയുണ്ട്. ആ ഹദീത്തിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നത് എന്താണ്? വഫർരിഖു ബൈനഹും ഫിൽ മലാജി, ഇസ്ലാമിൽ ആണും പെണ്ണും ഒരുപോലെയല്ല, അവരെ നിങ്ങൾ
നിങ്ങൾ കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തണം. ആങ്ങളെയും പെങ്ങളെയും അവർക്ക് പ്രത്യേകമായി കിടപ്പറകൾ ഒരുക്കണം. മോനെ ഇത് നിന്റെ കട്ടിലാണ്, മോളെ ഇത് നിന്റെ കട്ടിലാണ്, ഇനി നിങ്ങൾ ചേർന്നല്ല കിടക്കേണ്ടത്, നീ ഇവിടെയാണ് കിടക്കേണ്ടത്, നീ ഇവിടെയാണ് കിടക്കേണ്ടത് എന്ന് പറഞ്ഞ് ഒരു കൃത്യത നമ്മൾ വരുത്തി കൊടുക്കണം എന്നുള്ളത് രക്ഷിതാക്കളുടെ ബാധ്യതയായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇപ്പൊ വ്യാപകമായിട്ട് നമുക്കൊക്കെ കാണാൻ കഴിയുന്ന കല്യാണ വീടുകളിൽ, അതേപോലെ തന്നെ മറ്റുള്ള ചടങ്ങളിൽ അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അൻസാരികളിൽപ്പെട്ട ചില സ്ത്രീകൾ വന്നു. അവർ ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്ന്. ബൈഅത്ത് ചെയ്യുന്ന രൂപം നമുക്കറിയാം, കൈകൾ പരസ്പരം കൊടുത്തിട്ടാണ് ബൈഅത്ത് ചെയ്യുക. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയോട് ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് ബൈഅത്ത് ചെയ്യുകയാണ്. ഞങ്ങൾ മോഷണം നടത്തുകയില്ല, ഞങ്ങൾ വ്യഭിചരിക്കുകയില്ല, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വ്യഭിചാരാരോപണം ഞങ്ങൾ കൊണ്ടുവരികയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയുകയാണ്, എന്താണ്, ഞങ്ങൾ താങ്കളോട് ബൈഅത്ത് ചെയ്യുകയാണ്. അപ്പൊ പ്രവാചകന്റെ മറുപടി എന്താണ് എന്നറിയാമോ? ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, ഞാൻ അന്യ സ്ത്രീകൾക്ക് മുസാഫഹത്ത് ചെയ്യാറില്ല. അങ്ങനെ പറഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സമ്പ്രദായത്തെ, ഈ ഒരു കൈ കൊടുക്കുക, അതല്ലെങ്കിൽ തമ്മിൽ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ അത് കൃത്യമായി അത് ഇസ്ലാമിക ഒരു സംസ്കാരമല്ല എന്നുള്ളതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. എന്നാൽ ഒരു ഉപ്പക്ക് മകളെ ഷേക്ക് ഹാൻഡ് കൊടുക്കാം, അവൾ ആലിംഗനം ചെയ്യാം, മഹറമുകൾക്കാവാം എന്നുള്ളതല്ലാതെ ഇതൊരു വ്യാപകമായി ചടങ്ങുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണും കാതും നമ്മൾ നമ്മുടെ മക്കളുടെ പിന്നാലെ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു വലിയൊരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, പ്രണയത്തിന്റെ കെടുതികൾ പറയുമ്പോൾ അതിനെ പരിചയപ്പെടുത്തുന്ന ഡോക്ടർമാരും അതിനെ ചികിത്സിക്കുന്ന കൗൺസിലർമാരും പറയുന്നത് ഒരു മദ്യത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്കൊരാളെ വിരമിപ്പിക്കാൻ കഴിയും. എന്നാലോ ഒരു പ്രണയത്തിന്റെ ഊരാക്കുടുക്കിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ, ഒരു ആൺകുട്ടിയെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം പ്രയാസകരമാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ആയത്ത് ഓതിയിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത്. യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇനിത്തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅല്ലദി ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. ഓ പ്രവാചക ഭക്തിമാരെ, നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല, നിങ്ങൾ തഖ്വ കാണിക്കണം. നിങ്ങളുടെ വാക്കുകൾ കേട്ടാൽ ഒരു മനസ്സിൽ ഒരു വൃത്തികേട് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന, താലോലിച്ചുകൊണ്ട് നടക്കുന്ന, വെള്ളവും വളവും ഇട്ട് വളർത്തിയെടുക്കുന്ന ഒരു വികൃത മനസ്സുള്ളവന് ഇവള് കൊള്ളാമല്ലോ, ഇവള് തരക്കെടില്ലല്ലോ എന്ന് ചിന്തിക്കുമാർ നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ മയപ്പെടുത്തരുത്. ഒരു ഉപ്പയോട് സംസാരിക്കുന്നത് പോലെ റിക്ഷക്കാരനോട് സംസാരിക്കാൻ പാടില്ല. ഒരു ഉമ്മയോട് സംസാരിക്കുന്നത് പോലെ ഒരു അങ്ങാടിയിലെ ഒരു നിരത്തിലെ കച്ചവടക്കാരനോട് സംസാരിക്കാൻ പാടില്ല. നമ്മുടെ മക്കൾക്ക് കൃത്യമായി നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു നിർദ്ദേശം. എന്നാലോ വഖുൽന ഖൗലൻ മഅറൂഫ, ന്യായമായ മാന്യമായ വാക്ക് നിങ്ങൾ പറയുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമാണ് വിഷയം. നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിധികളാണ്. നമ്മുടെ വിയർപ്പും നമ്മുടെ അധ്വാനവും നമ്മുടെ സമ്പത്തുമൊക്കെ നമ്മൾ ചെലവിടുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. നാളെ ഉഖ്റവിയായ ലോകത്ത് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചില്ലേ, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ കൂടെ ആരുണ്ട്? അവരുടെ വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് സൽവൃദ്ധരായവർ അവരുടെ കൂടെയുണ്ട്. വഅസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്നും സൽവൃദ്ധരായവർ അവരുടെ കൂടെയുണ്ട്. വമിൻ ദുർരിയാതിഹിം, അവരുടെ സന്താനങ്ങളിൽ നിന്നും സൽവൃദ്ധരായവർ അവരുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കുടുംബം ഉണ്ടാവണം, ഭാര്യ ഉണ്ടാവണം, മക്കളുണ്ടാവണം, മാതാപിതാക്കൾ ഉണ്ടാകണം. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന്
ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉപ്പമാരോടും ഉമ്മമാരോടും നിർദ്ദേശങ്ങളുള്ള കൂട്ടത്തിൽ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിരുത്തേണ്ടുന്ന ഒരു കാര്യം, പല ആളുകളും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പരാജയത്തിലാണ്. ആ പരാജയത്തിൻ്റെ ഒരു ആണിക്കല്ലി എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 3 വിഭാഗം. ഒന്ന്, ഒരു നീതിവാനായ ഒരു ഭരണാധികാരി. രണ്ടാമത്തെ ഒരാൾ എന്ന് പറഞ്ഞത് വറജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബി ബികുല്ലി ദി ഖുർബ വ മുസ്ലിം. അതായത് എല്ലാവരോടും ഒരു നല്ല ഒരു രൂപത്തിൽ റഖീഖുൽ ഖൽബ്, നല്ല ഒരു മനസ്സോട് കൂടി നല്ല ഒരു പെരുമാറ്റം. ആ പെരുമാറ്റം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആളാരാണ്? തൻ്റെ അടുത്ത ബന്ധങ്ങളാണ്, തങ്ങളുടെ ഭാര്യയാണ്, മാതാപിതാക്കളാണ്, മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞുപോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ അറാദല്ലാഹു അസ്സ വജല്ല ബി അഹ്ലി ബൈത്തിൻ ഖൈറാ, അള്ളാഹു ഒരു കുടുംബത്തിന് ഖൈർ ഉദ്ദേശിച്ചാൽ അദ്ഖല അലൈഹിമുർ റിഫ്ഖ, അവരുടെ ജീവിതത്തിൽ ഒരു തമ്മിലുള്ള ഒരു ലാളിത്യം, ഒരു മിതമായ ഒരു പെരുമാറ്റം അള്ളാഹു ആ കുടുംബത്തിൽ ഇട്ടുകൊടുക്കുന്നതാണ്. ഭർത്താവ് വരുമ്പോൾ ബഹുമാനിക്കുന്ന ഭാര്യ, അത് കണ്ടു നിൽക്കുന്ന മക്കൾ, അതേപോലെ തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന തൻ്റെ ഉപ്പയും ഉമ്മയും. ഇങ്ങനത്തെ ഒരു കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. കുറേ പാഠങ്ങൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, അത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ മക്കൾ നേടിയെടുക്കേണ്ടതാണ് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിരുത്തേണ്ടതുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക അധ്യാപനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ തക്ക രൂപത്തിലുള്ള ചില സംവിധാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വീട്ടിൽ നിന്ന് രാവിലെ പുറത്തിറങ്ങി വൈകുന്നേരം തിരിച്ചെത്തുന്ന ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണവും വസ്ത്രവും മാത്രമല്ല, പിന്നെയോ നേരത്തെ ഞാൻ ഓതിവെച്ച ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ദീനീപരമായ ഒരു ജീവിതത്തിന് ഉതകുന്ന സംവിധാനങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം, നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാവണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ ഒരു മുസല്ലയുണ്ടാവണം എന്നുള്ളതാണ്. നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറലല്ലാത്ത നമസ്കാരങ്ങൾ അത് വീടുകളിൽ വെച്ചിട്ടായിരുന്നു നമസ്കരിച്ചിരുന്നത്. നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന കുട്ടികൾ തൻ്റെ ഉപ്പ നമസ്കരിക്കുന്നതും തൻ്റെ ഉമ്മ സുജൂദ് ചെയ്യുന്നതും തൻ്റെ ജ്യേഷ്ഠന്മാരും സഹോദരിമാരും ഒക്കെ ഒതു എടുക്കുന്നതും അത് കൗതുകത്തോടു കൂടി നോക്കാനും പഠിക്കാനും കൂടെ നിൽക്കാനും തക്ക രൂപത്തിലുള്ള ഒരു ഭാഗം നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, അവർക്ക് ഈമാനികമായ പരിശീലനം. ഇപ്പോൾ ഏറ്റവും നല്ല ഭർത്താവ് ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, അല്ലാഹു ഒരു ആണിന്, ഒരു ഭർത്താവിന് റഹ്മത്ത് ചെയ്യട്ടെ. അവൻ എന്ത് ചെയ്യുന്നു? അവൻ രാത്രി എഴുന്നേൽക്കുന്നു, എന്നിട്ട് തൻ്റെ അടുത്ത് കിടക്കുന്ന ഭാര്യയെ തട്ടി ഉണർത്തുന്നു. എഴുന്നേൽക്കുന്നില്ലേ, സമയമായല്ലോ. ഇങ്ങനെ വിളിച്ചുണർത്തുകയും അവൾ മടി കാണിക്കുമ്പോൾ, വിസമ്മതം അറിയിക്കുമ്പോൾ നിർബന്ധപൂർവ്വം അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് നമസ്കരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുരുഷനാണ് ഏറ്റവും നല്ല ഭർത്താവ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ കുടുംബത്തിൽ പാലിക്കപ്പെടേണ്ടതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്കവാറും നമ്മുടെ ഇമാം അത് സൂചിപ്പിച്ചിട്ടുണ്ടാകും. മുസല്ലയിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് വരുമ്പോൾ സ്വതക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയും. സ്ത്രീകളെ, സ്വഹാബ വനിതകളെ, ഏറ്റവും കൂടുതൽ നരകത്തിൽ സ്ത്രീകളെയാണ് ഞാൻ കണ്ടത്. അപ്പൊ സ്വഹാബ വനിതകൾ ചോദിച്ചു, അതെന്താണ് റസൂലേ? ഒന്ന്, ഇബാദത്ത് ചെയ്യാനുള്ള അവസരം കുറവാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇല്ലാതെയാക്കുന്നു. ഭർത്താവിൻ്റെ ഉള്ളിൽ ഒരു തീക്കനലിട്ടിട്ട് ഉമ്മയെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്നു, ഉപ്പയെയും പെങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്നു. ഇങ്ങനെ കുടുംബ ബന്ധങ്ങളെ ഇല്ലാതെയാക്കുന്നതിൽ നിങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വതക്ക നൽകണം എന്ന് പറയുമ്പോൾ ബിലാൽ റളിയല്ലാഹുവിന് പിന്നിൽ ഇങ്ങനെ ഒരു തട്ടം പിടിച്ചിട്ട് നടക്കും. അപ്പൊ സ്ത്രീകൾ അതിലേക്ക് സ്വർണ്ണാഭരണങ്ങളും അതേപോലെ തന്നെ പണവും നിക്ഷേപിക്കും. ഇങ്ങനത്തെ ഒരു സംവിധാനം അല്ലേ? നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഇതാ ഒരു 10 രൂപ നീ പെട്ടിയിലിടണം. ഈ ഒരു 10 രൂപ ഇപ്പൊ നമ്മൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, ഇപ്പൊ നമുക്കറിയാം കോടിക്കണക്കിന് രൂപ അത് കാത്തിട്ട് ഒരു സഹോദരൻ ജയിലിൽ കിടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വാട്സപ്പുകളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടിലേക്ക് എത്താനുള്ള ഒരു സൗകര്യം അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ നമ്മൾ ബോധപൂർവം ഇന്ന് ക്ലാസ്സിന് പോകുമ്പോൾ ഈ ഒരു 10 രൂപ നീ ഒരാൾക്ക് സ്വതക്ക കൊടുക്കണം, നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, നമ്മൾ നട്ടുണ്ടാക്കുന്ന ഒരു സംഗതി, ആ ഒരു സംഗതിയാണ് അവരുടെ ജീവിതത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവുക. അതേപോലെ തന്നെ സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുമ്പോൾ നമ്മൾ കൃത്യമായി ചില സമ്മാനങ്ങൾ, നിനക്കൊരു വാച്ച് വാങ്ങിത്തരാം, ഒരു ഉടുപ്പ് വാങ്ങിത്തരാം, ഒരു സൈക്കിൾ വാങ്ങിത്തരാം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മക്കളിലൂടെ വളർന്നു വരാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബോധപൂർവമായ ഒരു പരിശീലനമാണ്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വീടുകളിൽ വെച്ച് നടത്തേണ്ടുന്ന പ്രാർത്ഥനകളുണ്ട്, പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനകളുണ്ട്. ഇതൊക്കെയും നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ കൂടെ യാത്രയിലും അതേപോലെ തന്നെ കുടുംബത്തിലും ഒക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ നമ്മുടെ മുഖത്തേക്കും ചുണ്ടിലും നോക്കിയിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലിയിട്ടാണ് ഉപ്പ കഴിക്കുന്നത്, തൻ്റെ ഭാഗത്ത് നിന്നാണ് കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ചൊല്ലുന്നു, മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലേക്ക് ബോധപൂർവം നമ്മൾ കൊണ്ടുവരണം. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അവസാനം പറഞ്ഞ പ്രാർത്ഥനയുടെ ആ ശകലമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അല്ലാഹുവേ, ഇണകളിലും മക്കളിലും കൺകുളിർമയെ പ്രദാനം ചെയ്യണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാനുള്ള യോഗ്യത നൽകണേ. റമദാനിന്റെ പുണ്യപ്പെട്ട രാവുകളിലൂടെ കടന്നു വന്നു. എത്ര നമ്മൾ പ്രാർത്ഥിച്ചു, റബ്ബിനോട് ഈ പ്രാർത്ഥന പറഞ്ഞുവോ? അല്ലാഹുവേ, എൻ്റെ മക്കളെ മുത്തഖീങ്ങളായ ആളുകൾക്ക് ഇമാമ നിൽക്കാനുള്ള യോഗ്യതയിൽ നീ വളർത്തിക്കൊണ്ടുവരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ഈ ദീനും ദുനിയാവൊന്നും ഇല്ലാത്ത ആളുകൾ അവർ നമ്മുടെ കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ കൃത്യമായൊരു ശ്രദ്ധ നമ്മുടെ അടുക്കൽ കിട്ടുമ്പോൾ നട്ടുപിടിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് ഇരു ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.